ശ്രീ മഹാദേവനും മഹാഗണപതിയും ഭദ്രകാളിയും സർവമംഗളസ്വരൂപിണിയായ ജഗദംബികയും നാഗദൈവങ്ങളും ഒക്കെ നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുഷ്പങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ കുറച്ച് മാത്രം എടുക്കാം. പുഷ്പങ്ങളെടുത്ത് വിളക്കിൻ്റെ ഇടത് ഭാഗത്തായിട്ട് സാക്ഷാൽ ദക്ഷിണാമൂർത്തിയെ സ്മരിച്ചുകൊണ്ട് അവിടെ വയ്ക്കുക. വിളക്കിൻ്റെ ഇടത് ഭാഗത്ത് വയ്ക്കുക. ഇനി വീണ്ടും പുഷ്പങ്ങളെടുത്ത് മഹാഗണപതിയെ സ്മരിച്ച് വിളക്കിൻ്റെ വലത് ഭാഗത്ത് വയ്ക്കുക. ഇനി ഇവിടെ യഥാർത്ഥ പൂജയാകുമ്പോൾ ഇവിടെ നിവേദ്യമൊക്കെ വേണം. രണ്ടുപേർക്കും ദക്ഷിണാമൂർത്തിക്കും നിവേദ്യമൊക്കെ ചെയ്യണം. നമ്മളിപ്പോൾ താന്ത്രികമായിട്ടൊരു ചടങ്ങല്ല. വാസുദേവായ ഹരയേ പരമാത്മനേ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ആ വിളക്ക് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് സങ്കല്പിച്ച് സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ ശ്രീകൃഷ്ണ മഹാപ്രഭുവിൻ്റെ പാതാരബന്ധങ്ങളിലേക്ക് ആ പുഷ്പങ്ങൾ സമർപ്പിക്കാം. കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞാത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. പുഷ്പങ്ങൾ എടുത്തില്ലേ? പുഷ്പങ്ങൾ എടുത്തോ, കുറച്ച് മാത്രം എടുത്താൽ മതി. ഓം ശ്രീകൃഷ്ണായ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് ആശയം. സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. ഓം ശ്രീകൃഷ്ണായ നമഃ. കൃഷ്ണ